ഹായ്, ഞാൻ ഫാസിലാണ്. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ കിട്ടിയാലോ എങ്ങനെ ഉണ്ടാവും? വെറുതെ പറയുന്നല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് 1000 അല്ല, 2000 അല്ല, 3000 സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവും. പക്ഷേ ഞാൻ യൂട്യൂബിൽ പുതിയതാണ്. പക്ഷേ എനിക്ക് 23,000 സബ്സ്ക്രൈബർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് നോക്ക്, എനിക്ക് 23,000 സബ്സ്ക്രൈബർ ഉണ്ട്. ഇത് കിട്ടിയതൊന്നും എൻ്റെ വീഡിയോസ് ഇട്ടിട്ടല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അക്കൗണ്ട് എടുത്ത് പോയി നോക്കും. അക്കൗണ്ട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പം നിങ്ങൾ പറയും, ഇതിനകത്ത് താഴെ വന്ന കമൻറ്റ് പറയും, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങളുടെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, ഇത് ഫേക്ക് ആണെന്നുള്ളത്. എന്നാൽ ഈ സബ്സ്ക്രൈബറൊന്നും ഫേക്ക് അല്ല. 23,000 എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യൂവേഴ്സും ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ളവർക്ക് 23,000 എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവായിരിക്കും. ഞാൻ ഈ സംസാരിക്കുന്നത് എന്നെപ്പോലെ തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്ന ഒരുപാട് നോളേജുള്ള ആൾക്കാർ പറയും, ഇവൻ പറയുന്നത് വെറും മണ്ടത്തരമാണ്, ഈ രീതിയിൽ നിങ്ങൾ സബ്സ്ക്രൈബർ കൂട്ടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് പോകും എന്ന് പറയും. ഞാനിപ്പോൾ 5 മാസമായി യൂട്യൂബിൽ എൻ്റെ അക്കൗണ്ട് പോയിട്ടില്ല. പക്ഷെ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്ന എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി. അതും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. കാരണം ഒരുപാട് നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ അത് കാണില്ല. അതും കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് കിട്ടിയിരിക്കും. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിൽ കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ട് അതിന് വ്യൂവേഴ്സ് കിട്ടുന്നില്ല, അത് സബ്സ്ക്രൈബർ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് പറയും, എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുമെന്ന് ചോദിക്കും, അതല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിക്കും. അവർ സബ്സ്ക്രൈബ് ചോദിക്കുന്ന സമയത്ത് അവർ ഓക്കെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ സന്തോഷിപ്പിക്കും. പക്ഷേ നമ്മുടെ വീഡിയോസ് പിന്നീട് അവർ എടുത്ത് നോക്കില്ല. നമ്മളെടുത്തുള്ളത് എന്താണ്? നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കുറച്ച് സബ്സ്ക്രൈബർ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലുള്ളത്. പക്ഷെ നമുക്കൊരു 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവും നമ്മുടെ അക്കൗണ്ട്. ശരിയല്ലേ? അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 32,000 സംതിങ് സബ്സ്ക്രൈബർ വന്നത് ഞാൻ ഒരാളോട് പോലും എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ചോദിക്കാതെയാണ്. ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ചില വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾക്ക് ശ്രദ്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് എഡിറ്റിങ് ചെയ്തിട്ട് നമ്മളെ അക്കൗണ്ടിൽ കൊടുന്നിട്ട് പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റൊന്നും അത് കോപ്പിറൈറ്റ് കിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പിറൈറ്റ് കണ്ടന്റ് ആവാൻ സാധ്യതയില്ല. കാരണം ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഏത് വീഡിയോ ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത് കോപ്പിറൈറ്റ് വരാത്ത രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം. അപ്പോൾ ആ ട്രെൻഡിങ് ആയ വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കാണുന്നതെങ്കിൽ അവരത് ഷെയർ ചെയ്യാൻ ശ്രമിക്കും, അതിന് കമൻറ്റ് വരും, അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് സബ്സ്ക്രൈബർ കിട്ടും. ശരിയല്ലേ? എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ഒരുപാട് പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബിൽ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാളുടെ വീഡിയോ ആകട്ടെ, ആ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്ത സമയത്ത് ഇത് ട്രെൻഡിങ് ആയതുകൊണ്ട് പുതുതായിട്ടായിരിക്കാം യൂട്യൂബിലുള്ളവർ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ത്രൂ ആണ് അവർ ഈ വീഡിയോ കാണുമെങ്കിൽ നിങ്ങളെ അവർ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ആണ് അവർ ഷെയർ ചെയ്ത് പോവുക. ഒരു പക്ഷേ അത് റിയലായിട്ട് ചെയ്ത വ്യക്തിക്ക് പോലും ഇത്രയും ലൈക്സും ഇത്ര വ്യൂവേഴ്സും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് അതുവഴി ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടും. പക്ഷേ സബ്സ്ക്രൈബേഴ്സിനും കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഐഡിയ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരം രൂപത്തിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കൊരിക്കലും ആ സബ്സ്ക്രൈബർ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മളെ വീഡിയോ മാത്രമാണ് സ്റ്റാർട്ടിങ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അധികാരവും അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് അത്രയും രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും കാണാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഒരിക്കലും സബ്സ്ക്രൈബർ കിട്ടാൻ പോകുന്നില്ല. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് സബ്സ്ക്രൈബർ കിട്ടാനായി മാത്രമുള്ള എൻ്റെ ഒരു അനുഭവം എങ്ങനെയാണുള്ളത് നിങ്ങളടുത്ത് ഷെയർ ചെയ്തതാണ്. ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലിടും. എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ എനിക്കിങ്ങനെ സബ്സ്ക്രൈബർ കൂടിയത് എന്നുള്ള അനുഭവം ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാരണം ഈ വീഡിയോ ഒരുപാട് നീട്ടി വലിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളത് കാണില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ സമയം പകുതി കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പായി പോകുമ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ A to Z കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി
സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോളാം. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.